വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ക്രിസ്തീയ ആരാധനയുടെ കേന്ദ്ര ശുശ്രൂഷയാണ് ഹോളി യൂക്കറിസ്റ്റ്. യൂക്കറിസ്റ്റ് എന്ന പദത്തിൻ്റെ അർത്ഥം താങ്ക്സ് ഗിവിങ്, സ്തോത്ര അർപ്പണം എന്നാണ്. ഹോളി കമ്മ്യൂണിയൻ, വിശുദ്ധ കുർബാന, തിരുവത്താഴ ശുശ്രൂഷ തുടങ്ങി പല പേരുകളിലും ഈ ശുശ്രൂഷ അറിയപ്പെടുന്നു. യേശു തൻ്റെ കഷ്ടപ്പാടും മരണവും കൊണ്ട് ലോകത്തെ വീണ്ടെടുത്തതിനെ ഓർത്ത്, അഥവാ നമ്മെ ഓരോരുത്തരെയും രക്തം നൽകി വീണ്ടെടുത്ത ദൈവസ്നേഹത്തിനായി നന്ദി അർപ്പിക്കുന്ന ശുശ്രൂഷ. ഈ ശുശ്രൂഷയെ ദ ഗ്രേറ്റസ്റ്റ് സർമൺ ഇൻ ദ വേൾഡ്, ലോകത്തിലെ ഏറ്റവും വലിയ പ്രസംഗം എന്ന് പറയാം. കാരണം എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്ന കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് കൂടെ കൂടെ ആവർത്തിക്കുന്ന ശുശ്രൂഷയാണ് ഇത്. ഈ ശുശ്രൂഷയിൽ അന്തർഭവിച്ചിരിക്കുന്ന ചില ചിന്തകൾ ഈ പ്രഭാതത്തിൽ പങ്കുവെക്കാം. ഒന്ന്, എ കോവനന്റ് ഓഫ് ലിബറേഷൻ, വിമോചനത്തിൻ്റെ ഉടമ്പടി. മിസ്രൈമി അടിമത്തത്തിൽ ലഭിച്ച വിടുതലിനെ ഓർമ്മിപ്പിക്കുന്ന പെസഹ ദിനത്തിലാണ് കർത്താവ് തൻ്റെ ശിഷ്യന്മാരുമായി ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തത്. അപ്പം വാഴ്ത്തി തൻ്റെ ശരീരമായും വീഞ്ഞു വാഴ്ത്തി തൻ്റെ രക്തമായും നൽകിയ ഈ ശുശ്രൂഷ ദൈവത്തിൻ്റെ ഇടപെടൽ കൊണ്ട് ഇസ്രായേൽ ജനത്തിന് വിമോചനം ലഭിച്ച പെസഹ ദിനത്തിൽ ആയതിനാൽ നമുക്ക് ഈ ശുശ്രൂഷ പാപ അടിമത്തത്തിൽ നിന്നുള്ള വിമോചനത്തിൻ്റെ ഉടമ്പടിയായി തീർന്നിരിക്കുന്നു. യേശുക്രിസ്തുവിൽ കൂടി വിവിധ സാഹചര്യങ്ങളിൽ വിമോചനം പ്രാപിച്ചവർ അനവധിയാണ്. പാപം മോചിച്ച് തന്നിരിക്കുന്നു എന്ന പ്രഖ്യാപനത്തിൽ കൂടി പാപ അടിമത്തത്തിൽ നിന്നുള്ള വിടുതൽ, ദുരാത്മാവിനെ പുറത്താക്കിക്കൊണ്ട് സാത്താന്യ ബന്ധനത്തിൽ നിന്നുള്ള വിടുതൽ, രോഗസൗഖ്യത്തിൽ കൂടി രോഗബന്ധനത്തിൽ നിന്നുള്ള വിടുതൽ, നിത്യജീവൻ്റെ വാഗ്ദാനത്തിൽ കൂടി മരണബന്ധനത്തിൽ നിന്നുള്ള വിടുതൽ, ഈ വിധത്തിലുള്ള വിടുതലിൻ്റെ ചൈതന്യവത്തായ അടയാളമാണ് ഈ ശുശ്രൂഷ. കർത്താവ് പറഞ്ഞു, എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവൻ ഉണ്ട്. യോഹന്നാൻ 6:54. ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്ന് പാപബന്ധനത്തിൽ നിന്ന്, മരണശക്തിയിൽ നിന്ന് വിമോചനം പ്രാപിച്ച് നിത്യജീവൻ്റെ അനുഭവത്തിൽ എത്തുവാൻ തക്കവണ്ണം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. 2, ടേബിൾ ഓഫ് റെക്കൺസിലിയേഷൻ ആൻഡ് ഫെലോഷിപ്പ്, അനുരഞ്ജനത്തിൻ്റെയും കൂട്ടായ്മയുടെയും മേശ. ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നത് കൂട്ടായ്മയുടെ അനുഭവമാണ്. അനുരഞ്ജനം കൂടാതെ കൂട്ടായ്മ അനുഭവമാകില്ല. പുരാതന കാലത്ത് ഉടമ്പടികളുടെയും കുടുംബപരമായ ഐക്യത്തിൻ്റെയും ഒക്കെ അവിഭാജ്യ ഘടകമായിരുന്നു. 1 കൊരിന്ത്യർ 10:17 പൗലോസ് പറയുന്നത്, അപ്പം ഒന്നാകൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു, നാം എല്ലാവരും ആ ഒരേ അപ്പത്തിൽ അംശികൾ ആകുന്നുവല്ലോ. ഒരേ അപ്പത്തിൻ്റെ അംശികളായിരിക്കുന്ന നാം ഒരു കൂട്ടായ്മയിലും പരസ്പര അനുരഞ്ജനത്തിലും വളരേണ്ടവരാണ്. അപ്പം നുറുക്കലിൽ ഒരു കൂട്ടായ്മയുണ്ട്, കൂട്ടായ്മയിൽ അനുരഞ്ജനം, ഐക്യതയുണ്ട്. കർത്താവിൻ്റെ അത്താഴത്തിൽ കൂടി കൂട്ടായ്മ ബന്ധം വളർത്തുവാനും സ്നേഹം വർദ്ധിക്കുവാനും ഐകമത്യം നിലനിർത്തുവാനും നമ്മെ സഹായിക്കുന്നു. ഓരോ കൂട്ടായ്മയിലും അദൃശ്യനായ ആതിഥേയനായി ക്രിസ്തു നമ്മോടൊപ്പം ഉണ്ട്. നാം ക്രിസ്തുവിലും ക്രിസ്തു നമ്മിലും വസിക്കുന്ന അനുഭവം. ആ അനുഭവം ആണ് നമ്മെ പരസ്പരം അനുരഞ്ജനപ്പെട്ട് കൂട്ടായ്മയിൽ നിലനിർത്തുന്നത്. നമ്മെ നിരന്തരം ശോധന ചെയ്ത് കുറവുകളെ കണ്ടെത്തി ശുദ്ധീകരിക്കപ്പെടുന്നതിനുള്ള അവസരമാണ് ഈ ശുശ്രൂഷ. 3, മെമ്മറൈസ് ദ സെക്കൻഡ് കമ്മിങ് ഓഫ് ക്രൈസ്റ്റ്, കർത്താവിൻ്റെ പുനരാഗമനത്തെ ഓർപ്പിക്കുന്ന അവസരം. ഇവിടം കൊണ്ട് അവസാനിക്കുന്ന ഒന്നല്ല നമ്മളുടെ പ്രത്യാശ. നമ്മുടെ പ്രത്യാശ കർത്താവിൻ്റെ പുനരാഗമനം ആണ്. ശിഷ്യന്മാരുമായി അത്താഴം പങ്കുവയ്ക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, ദൈവരാജ്യം വരുവോളം ഞാൻ മുന്തിരിവള്ളിയുടെ അനുഭവം ഇന്നു മുതൽ കുടിക്കുകയില്ല. ലൂക്കോസ് 22:18. ഇവിടെ ദൈവരാജ്യത്തിൻ്റെ വരവ് എന്ന് പറഞ്ഞിരിക്കുന്നത് കർത്താവിൻ്റെ പുനരാഗമനമാണ്. 1 കൊരിന്ത്യർ 11:26 പൗലോസ് പറയുന്നത്, ഈ അപ്പം തിന്നുകയും ഈ പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോൾ ഒക്കെയും കർത്താവ് വരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. കർത്താവ് വരുവോളം, until he comes,
ഈ പ്രസ്താവന കർത്താവിൻ്റെ പുനരാഗമനത്തെ കുറിച്ച് നൽകിയിരിക്കുന്ന പ്രത്യാശയുടെ വചനമാണ്. അതെ, പാപമരണ ബന്ധനത്തിൽ നിന്ന് ക്രൂശിൽ ചൊരിഞ്ഞ വിലയേറിയ രക്തത്താൽ എന്നെ വീണ്ടെടുത്ത് എൻ്റെ കർത്താവ് വീണ്ടും വരും. ഈ ഒരു നിശ്ചയമാണ് ഓരോ വിശുദ്ധ കുർബാനയിലും പങ്കെടുക്കുമ്പോൾ നാം പങ്കുവെക്കുന്നത്. യേശു കർത്താവിൻ്റെ പുനരാഗമനമാണ് നമ്മുടെ പ്രത്യാശ. യേശു സ്വർഗാരോഹണം ചെയ്യുന്ന സമയത്ത് ആകാശത്തേക്ക് നോക്കി നിന്ന ശിഷ്യന്മാരോട് ദൂതന്മാർ പറഞ്ഞു, യേശു വീണ്ടും വരും. ദൂതന്മാർ നൽകിയ ഈ പ്രത്യാശയെ വിശുദ്ധ യൂക്കറിസ്റ്റിൽ കൂടി നമുക്ക് പുതുക്കാം. കർത്താവെ, പരസ്പരം അനുരഞ്ജനപ്പെട്ട് കൂട്ടായ്മ ബന്ധം പുതുക്കി നിന്റെ വരവിനായി പ്രതീക്ഷയോടെ കാത്തിരിപ്പാൻ എന്നെയും ഒരുക്കണമേ. ആമേൻ.